ഹായ്, ജിൻസാണ് ട്രാവൽ വിത്ത് സം. ഞാനിപ്പോൾ ഉള്ളത് സ്റ്റെർലിംഗ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിൻ്റെ കൊടൈ ലേക്ക് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലാണ്. നമുക്ക് കൊടൈക്കനാൽ ലേക്ക് നല്ല അടിപൊളിയായിട്ട് വ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. 102 റൂംസാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്, 4 കാറ്റഗറിയിലായിട്ട്. നമുക്ക് ഈ റിസോർട്ടിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊന്ന് കാണാം. സ്റ്റെർലിംഗ് കൊടൈ ലേക്ക് റിസോർട്ടിന്റെ എൻട്രൻസ് ഏരിയ ആണ് കേട്ടോ ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു ഫ്രണ്ട് ഏരിയ വരുന്നത്. ഫ്രണ്ട് ഏരിയയിൽ തന്നെ അത്യാവശ്യം നല്ലൊരു സ്പേസ്, ലോൺ സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ കൊടൈ ലേക്കിന്റെ വ്യൂ ആണ് കേട്ടോ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ കുറച്ച് സൈഡുകളിൽ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഒരു വ്യൂ കിട്ടും. അതേപോലെ തന്നെ ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു ഓവർ വ്യൂ വരുന്നത്. നമുക്ക് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും ടോപ്പിലായിട്ട്. ആ ഒരു ടോപ്പിൽ വ്യൂ പോയിന്റിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് കേട്ടോ പിന്നെ ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ സ്പേസ്. റിസപ്ഷൻ സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല വലിയൊരു റിസപ്ഷൻ ഏരിയ ആണ്. റിസപ്ഷൻ ഏരിയയുടെ ഒരു സൈഡിലായിട്ട് തന്നെയാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് സ്പേസ് ഉള്ളത്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് സ്പേസ്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 പോർഷൻ ആയിട്ടാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഒരു ഓപ്പൺ സ്റ്റൈൽ റെസ്റ്റോറൻറ്റും അതേപോലെ തന്നെ ഇൻസൈഡ് നമ്മൾ ഈ ഒരു കാണുന്ന സ്പേസുമാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് സ്പേസ് ആയിട്ടുള്ളത്. ഈ ഔട്ട് സൈഡിലുള്ള സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് സൈഡിലുള്ള സ്പേസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൊടൈ ലേക്കിന്റെ ഒരു വ്യൂ കിട്ടും. അതേപോലെ തന്നെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു സ്പേസിൽ വെച്ചിട്ടാണ്. ഇനി നമുക്ക് ഇവിടുത്തെ റൂംസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇവിടെ 5 കാറ്റഗറി റൂംസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഇവിടുത്തെ ഏറ്റവും പ്രീമിയം കാറ്റഗറി ആയിട്ടുള്ള 2 ബെഡ്റൂം വില്ല എന്ന് പറയുന്ന കാറ്റഗറിയാണ്. 2 ബെഡ്റൂം വില്ല എന്നാണ് അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിലും ഇവരുടെ സൈറ്റിലും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാമിലി സ്യൂട്ട് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു കാറ്റഗറി കാണാൻ പറ്റുക. അപ്പൊ ഈ ഒരു റൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലേക്കിന്റെ വ്യൂ ഉണ്ട്. അതേപോലെ തന്നെ 2 ബെഡ്റൂമിന്റെ വില്ലയാണ്. ഒരു കോമൺ ഹോള്, അതേപോലെ തന്നെ ഒരു കോമൺ ഡൈനിങ് സ്പേസും ഉണ്ട്. ദെൻ നമുക്ക് 2 സൈഡിലായിട്ട് 2 ബെഡ്റൂം സ്പേസ് ആണ്. ഈ 2 ബെഡ്റൂമിൽ നമുക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സ്പേസും കൂടി ഉണ്ട്. ഇതാണ് ഈ ഒരു കോട്ടേജിനകത്തെ ഒരു ബെഡ്റൂമിന്റെ ഇന്റീരിയർ വരുന്നത്. ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ബെഡ്റൂം സ്പേസുകളാണ്. ദെൻ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ബാൽക്കണി സ്പേസും കൂടി ഉണ്ട്. ഇതാണ് ഈ ഒരു കോട്ടേജിനകത്തെ ബാൽക്കണി സ്പേസ്. ഈ ഒരു ബാൽക്കണി സ്പേസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണിത്. കണ്ട നല്ല നൈസ് വ്യൂ ആണ് കേട്ടോ. ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ ഒരു കോട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും എൻഡിലാണ്. ഇനി നമുക്ക് ഇവിടുത്തെ നെക്സ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള പ്രിവിലേജ് സ്യൂട്ട് എന്ന് പറയുന്ന കാറ്റഗറി ഒന്ന് കാണാം. ഇതാണ് ഇവിടുത്തെ പ്രിവിലേജ് സ്യൂട്ട് എന്ന് പറയുന്ന കാറ്റഗറി. നമ്മൾ ജസ്റ്റ് ഈ ഒരു കോട്ടേജിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ചെറിയൊരു ലിവിംഗ് സ്പേസിലേക്കാണ് എൻട്രി ചെയ്യുന്നത്. ദെൻ സൈഡിലായിട്ടാണ് നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം സ്പേസ് വരുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു കാണുന്ന റൂമിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇതൊരു 4 സ്റ്റാർ കാറ്റഗറി പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഹാൻഡിക്യാപ്ഡ് റൂംസ് അവൈലബിൾ ആണ് ക്ലാസിഫിക്കേഷൻ കിട്ടണമെങ്കിൽ. ഇത് ഇവിടുത്തെ ഹാൻഡിക്യാപ്ഡ് റൂംസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന റൂംസ് ആണ്. നമുക്ക് ഈ ഒരു റൂമുകളിൽ സ്റ്റെപ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ടോയ്ലറ്റ് നോക്കുവാണെങ്കിലും നമുക്ക് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കോട്ടേജിനകത്തെ ടോയ്ലറ്റ് സ്പേസും. ആൻഡ് ദെൻ നെക്സ്റ്റ് ഇവിടുത്തെ പ്രീമിയർ റൂം എന്ന് പറയുന്ന കാറ്റഗറിയാണ്. പ്രീമിയർ റൂം എന്ന് പറയുന്ന കാറ്റഗറി ഇവിടുത്തെ സെക്കൻഡ് കാറ്റഗറിയാണ്, 2ാമത്തെ കാറ്റഗറിയാണ്. നമ്മൾ ഇവിടുത്തെ പ്രീമിയം കാറ്റഗറി ആയിട്ടുള്ള ഫാമിലി സ്യൂട്ടും അതേപോലെ തന്നെ പ്രിവിലേജ് സ്യൂട്ടും നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ റൂമുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ചെറിയ റൂമാണ്. പക്ഷെ നമ്മൾ ക്ലാസിക് റൂമും പ്രീമിയറും കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഈ ഒരു റൂമിന്റെ ഇന്റീരിയറും അതേപോലെ തന്നെ ബെഡ് സ്പേസും കാര്യങ്ങളും ഒക്കെ നോക്കുവാണെങ്കിലും അത്യാവശ്യം നല്ല പ്രീമിയം ടച്ചിൽ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു റൂമാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഈ റൂം. ടോയ്ലറ്റിലേക്ക് പോകുന്നതിന്റെ സൈഡിലായിട്ട് ചെറിയൊരു കിച്ചണറ്റ് സ്പേസ് ഉണ്ട്. അവിടെയായിട്ടാണ് ഇവർ ടീ മേക്കർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് കാറ്റഗറി ആയിട്ടുള്ള ക്ലാസിക് റൂം എന്ന് പറയുന്ന കാറ്റഗറി റൂം എന്ന് കാണാം. ഇതാണ് ഇവിടുത്തെ ഏറ്റവും സ്റ്റാർട്ടിംഗ് കാറ്റഗറി ആയിട്ടുള്ള ക്ലാസിക് റൂം എന്ന് പറയുന്ന കാറ്റഗറി. ഈ ഒരു ബ്ലോക്കിലുള്ള കംപ്ലീറ്റ് റൂംസ് വന്നിട്ട് ക്ലാസിക് റൂംസ് ആണ്. ഈ ഒരു റൂമിനകത്തേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ നേരത്തെ പ്രീമിയർ റൂമിൽ കണ്ട ആ ഒരു റൂമിന്റെ സിമിലർ തന്നെയാണ് ഈ ഒരു റൂമും. ഇന്റീരിയറിൽ ചെറിയ ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കൊടൈ ലേക്ക് റിസോർട്ടിന്റെ ഏറ്റവും എൻഡിലായിട്ട് ഇതുപോലെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇവരിങ് ഒക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത്. ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ലേക്കിന്റെ വ്യൂ കിട്ടും. നമ്മൾ വന്ന ദിവസം എന്തായാലും നല്ല മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ. മെയിൻ എൻട്രൻസിന്റെ അടുത്തായിട്ട് നമുക്കൊരു ടീ കട എന്ന് പറഞ്ഞൊരു സ്പോട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ ടീ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പക്ക ചായക്കട തന്നെയാണ്. വൈകുന്നേരം ഒരു 4:30ക്കാണ് ഈ ഒരു ചായക്കട ഓപ്പൺ ആവുക. ഈ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ടീ കോഫിയൊക്കെ ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റും. നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. നൈറ്റ് ആയിട്ട് ഇവിടെ മ്യൂസിക് ഒക്കെ വെച്ചിട്ട് നമുക്ക് വന്നിട്ട് ടീ കുടിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പൊ സ്റ്റെർലിംഗ് കൊടൈ ലേക്കിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ബുക്കിങ്ങിനും മറ്റ് ഡീറ്റെയിൽസിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മാക്സിമം ബെസ്റ്റ് റേറ്റിൽ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു റിസോർട്ട് നല്ല സ്റ്റെർലിംഗ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ ഏത് റിസോർട്ട് ആണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബെസ്റ്റ് റേറ്റിൽ ബെസ്റ്റ് സർവീസിൽ നമ്മൾ പ്രോപ്പർട്ടീസ് ബുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ പുതിയ റിസോർട്ട്സിന്റെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ഡെസ്റ്റിനേഷനിൽ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ.